ഹായ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ എട്ടാമത്തെ കോഴ്സിലേക്ക് പോകാം. കാരണം കുറച്ച് ദിവസമായി നമ്മൾ ഇത് ഇട്ടിട്ട്. അപ്പൊ എട്ടാമത്തെ കോഴ്സിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയാണ്. എന്താ കാര്യം വെച്ചാൽ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണത് ഓരോ ടോപ്പിക്കുകളാണ്. ഇവിടെ നല്ല രീതിയിൽ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താ കാര്യം വെച്ചാൽ ഇത് നമുക്ക് ഓരോരുത്തർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറി സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കോണിപ്പടി നമ്മളിങ്ങനെ വിചാരിക്കരുത്. മറ്റുള്ള ലീഡേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഡയമണ്ടിൽ എത്തിയിട്ടുണ്ടാവും, അവർ ഒരു പക്ഷേ എമറാൾഡ് പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും, അവർ ഒരു പക്ഷെ മാസം ഉണ്ടാക്കുന്ന അമൗണ്ട് വളരെ ഹ്യൂജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കുന്ന അമൗണ്ട് വളരെ ഹ്യൂജ് ആയിരിക്കും. പക്ഷെ അതും വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ വിഷമം വിചാരിക്കരുത്. എന്താ കാര്യം വെച്ചാൽ അത് അതിൽ അർത്ഥമില്ല. അവർ ചെയ്ത ഹാർഡ് വർക്കിന് ടൈമും കാര്യങ്ങളും അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് തുടങ്ങണുള്ളൂ. അപ്പൊ തുടങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഇതേ പ്രകാരം തന്നെ ഏതൊരു തുടക്കക്കാരനോട് നമ്മൾ വല്ലാതെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് പേടിപ്പിക്കരുത്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ പറയണ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 25 കോടിൻ്റെ നമുക്ക് അസറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പലർക്കും സങ്കല്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ദിവസം വരും 100 200 പിന്നെ 500 അങ്ങനെ കയറി 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 പതുക്കെ പതുക്കെ പോയാലാണ് നമുക്ക് കയറാൻ പറ്റുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ച് ആ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക. പിന്നെ ഹാവ് എ സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഥ പറയാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടായിരിക്കണം. നമ്മുടെ സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെർട്ടിക്കുലർലി ഞാൻ ഇന്ന പ്രൊഡക്റ്റ് മേടിക്കാൻ എനിക്ക് മടിയായിരുന്നു, ഞാൻ ഇന്ന കമ്പനിയിലേക്ക് വരാൻ എനിക്കൊരു മടിയായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് അത് അച്ചീവ്മെന്റുകൾക്ക് ഇങ്ങനെ പോകാൻ സാധിച്ചു. എനിക്ക് ഒരു പക്ഷെ സംശയമായിരുന്നു ഇന്ന പ്രൊഡക്റ്റിനോട്. അതൊക്കെ തുറന്ന് പറയണം. ഇത് തുറന്ന് പറഞ്ഞാൽ മാത്രമേ അത് നമ്മൾ ഇങ്ങനെ പറയരുത് എനിക്ക് അത്ഭുത റിസൾട്ട് കിട്ടിയ കാരണം കൊണ്ട് അതിൽ നേരിട്ട് പോകരുത്. ഒരു കാരണവശാലും അല്ല. കാരണം നമ്മുടെ സ്റ്റാർട്ടിങ് എന്തായാലും സ്ട്രഗ്ലിംഗ് തന്നെയായിരുന്നു. ഇവിടെ മാർക്കറ്റിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആര് വന്നാൽ പോലും ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നീടാണ് അത് സ്മൂത്ത് ആവുന്നത്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അച്ചീവ്മെന്റ് വെൽനെസ്സിന്റെ പവർ നമ്മൾ കാട്ടിക്കൊടുക്കുക. ഉദാഹരണം, ഇപ്പൊ അമേരിക്കയിലാണെങ്കിലും ഏതൊരു രാജ്യത്താണെങ്കിലും ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ അനേകമുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം ട്രംപ് നെറ്റ്വർക്കിന്റെ കാര്യം തന്നെ എടുത്താൽ അവർക്ക് ഏകദേശം 2 കമ്പനികളുണ്ട്. അദ്ദേഹം ഇന്ന് മൾട്ടി മില്ലിയനർ ആയത് അങ്ങനത്തെ ഒരു കമ്പനി വെച്ചിട്ടാണ്. അപ്പൊ അത് മാത്രമല്ല, മലേഷ്യ ആണെങ്കിൽ ഏതൊരു രാജ്യമാണെങ്കിലും എവറി നേഷൻ, ഈവൻ യു എസ് എനേക്കാളും ഏകദേശം 10 20 ഇരട്ടിയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചൈനയിലത്തെ ബിസിനസ്. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കാം, ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവർ നമ്മളാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയൊരു ജനസംഖ്യ ഉള്ളതും നമ്മുടെ അടുത്താണ്. ഈ ജനങ്ങളുടെ അടുത്ത് വന്നിട്ടാണ് ഈ സകല രാജ്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യയിൽ വെച്ചിട്ട് നമുക്ക് വളർത്താൻ സാധിച്ചാൽ ഇത് വെറും ഇന്ത്യ മതി. ചൈന പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത്രയും വലിയ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ ബിസിനസ് വളരണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ആയിരക്കണക്കിന് കമ്പനികൾക്ക് മൾട്ടി മില്യണർ ആവാൻ സാധിക്കും. അപ്പൊ ഈ ഫാക്ട്സ് കാര്യങ്ങൾ നമ്മളെ അറിയണം. ഉറപ്പായിട്ട് ഞാൻ അതിന്റെ വേറൊരു വീഡിയോ ഞാൻ ഈ ഫാക്ട്സിനെ കുറിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ എന്താണ് അവര് എന്തിനാണ് ഈ പ്രൊഡക്റ്റ് മേടിക്കേണ്ടത്? അപ്പൊ നമ്മൾ ഏത് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിലും അതിന്റെ ഇമ്പോർട്ടൻസ്, അവരുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. ഇത് വിറ്റാൽ നിങ്ങൾക്ക് കാശ് കിട്ടും എന്നുള്ള, ദയവ് ഇത് യാചനയല്ല ബിസിനസ്. ഈ ലോട്ടറി കച്ചവടക്കാർ വന്നിട്ട് ഇങ്ങനെ നടക്കണ പോലത്തെ അതല്ല ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കസ്റ്റമർ മസ്റ്റ് റിക്വയർ ഇറ്റ്. അപ്പൊ അവന്റെ ആവശ്യമായി അവളുടെ ആവശ്യമായത് നമ്മൾ പ്രസന്റ് ചെയ്താൽ മാത്രമേ. അപ്പൊ അതിന് എന്ത് വേണം? നമ്മുടെ സ്റ്റഡി വേണം. പിന്നെ അങ്ങനെ ഒരു അപ്പൊ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കും ഇതുപോലെ മടിയണമെന്നും, പക്ഷെ ഞാൻ അവസാനം അത് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടുകൾ ഇങ്ങനെയാണ്. അപ്പൊ അത് തന്നെ വലിയൊരു അതിശയത്തിലേക്ക് ഞാൻ കടന്നു. എന്തായാലും അന്നാണ് ഞാൻ തീരുമാനിച്ചത്, എന്തായാലും ഞാൻ ഇതിൽ മുന്നോട്ട് പോകുള്ളൂ. ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ ആ കാര്യത്തിൽ വളരെ സെറ്റിൽഡ് ആണ്. പിന്നെ വാട്ട് വാസ് യുവർ വർക്ക്? ഇവിടെ ഒന്ന് മാത്രമേ ചിന്തിക്കുക, ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലേക്ക് വരുന്ന കാളും മുൻപ് ഞാൻ എന്താ ചെയ്തിരുന്നത്? ഞാൻ സാധാരണ ജോലിയായിരുന്നോ? ഓട്ടോറിക്ഷ ഓടിക്കുന്നതായിരുന്നോ? ഞാൻ മെഡിക്കൽ ഫീൽഡായിരുന്നോ? ഞാൻ പത്രക്കാരനായിരുന്നോ? ഞാൻ വക്കീലായിരുന്നോ? കാരണം ഇവിടെ ചിന്തിക്കുക, ഒരുവിധം നല്ല കൺസെപ്റ്റുകളിലൊക്കെ
എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, മിനിസ്ട്രി ലെവലിലുള്ളവരുണ്ട്, ഏറ്റവും സാധാരണ ലെവലിലത്തെ വ്യക്തി പോലുണ്ട്. ഞാൻ ഈവൻ ഞാൻ ഒരു പ്രാവശ്യം പണ്ട് ഡൽഹിയിൽ ഒരു പ്രാവശ്യം ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടി സമരത്തിന് പോയപ്പോൾ അവിടെ സാധാരണ ജീവിതം ജീവിക്കുന്ന പല വ്യക്തികളെ ഞാൻ കണ്ടു. കാരണം ഇന്ന് അവരുണ്ടാക്കുന്നത് വലിയൊരു തുകയാണ്, പക്ഷെ എന്നാൽ പോലും അന്ന് ഗൈഡ് ലൈൻസ് ഒന്നും കറക്റ്റ് അല്ലാത്ത കാരണം കൊണ്ട് ഉണ്ടായ സമരങ്ങൾ കാര്യങ്ങളായിരുന്നു. അപ്പൊ അന്ന് ചോദിച്ച ഒരു ചോദ്യം, കാരണം ലോട്ടറി ടിക്കറ്റ് വിറ്റാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് നഷ്ടമാണ്, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തിക്ക് മാത്രമുള്ളൂ. ഇവിടെ ഞങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതല്ല, എന്താണ് മോശം അത്? ഇൻഷുറൻസ് ഇതപ്രകാരം തന്നെ ആ, അത് പല കണ്ടീഷൻസും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ലിമിറ്റഡ് തന്നെയാണ്. അതിന്റെ പ്ലസ് പോയിന്റ് അല്ല, അതിന്റെ കുറവുകളാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇനി ആൽക്കഹോൾ നോക്കുക, മദ്യപാനം വിൽക്കാനും ഒരു പ്രശ്നവുമില്ല. ദോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതുകൊണ്ട് ഈവൻ ഗവൺമെന്റ് പോലും മുന്നോട്ട് പോകണം. അപ്പൊ ഞങ്ങളുടെ സെയിൽസിൽ എന്താ ബുദ്ധിമുട്ട്? ഇതൊക്കെയാണ് റിയാലിറ്റി. പക്ഷേ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് ആ അറിവ് വന്നപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ സീരിയസ് ആയിട്ട് ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക. ഇക്കണ്ട ഇന്റർനാഷണൽ രാജ്യങ്ങളിൽ ഈ ബിസിനസ് നടക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? ഞാൻ പല രാജ്യത്ത് പോയ വ്യക്തിയാണ്. ആ ചില രാജ്യങ്ങളിൽ ഈവൻ പെണ്ണ് അന്വേഷിക്കാൻ പോയിരിക്കുന്ന വ്യക്തിയോട് അവരെ ഫാമിലി അന്വേഷിച്ചത് എന്താ വെച്ചാൽ, ആർ യു വർക്കിംഗ് വിത്ത് എനി ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനി? അപ്പൊ അദ്ദേഹം ഉവാന്ന് പറഞ്ഞു. അദ്ദേഹം ആ കമ്പനീന്റെ പേരും കാര്യങ്ങൾ പറഞ്ഞു. അത് പേര് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ പൊസിഷൻ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ മന്ത്ലി എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ പേ ഔട്ട് എനിക്ക് കാണണം, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അവിടെ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആയി മാറി കഴിഞ്ഞു. അപ്പൊ ചിന്തിക്കുക, നമ്മൾ ഇന്നും ഇരിക്കുന്നത് ആ പഴയാണ്. അതിൽ നിന്ന് മാറേണ്ട സമയം ഇവിടെ ഇപ്പോള് ഇന്ത്യയിൽ വരാൻ പോണ ഒരു റെവല്യൂഷനാണ്. 2026, 27, 28 അങ്ങനെ കയറും തോറും ഈ തുടക്കക്കാരൻ എന്നും മുൻനിലയ്ക്ക് നിൽക്കാം. മനസ്സിലാക്കാം. ഇപ്പൊ ഫോർഡ് അങ്ങനെയുള്ള പല കമ്പനികൾ ആ ആ രാജ്യങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടും വിശ്വാസക്കുറവും ഉള്ള കാലത്ത് എസ്റ്റാബ്ലിഷ് ആയ കമ്പനികളാണ് ഇന്ന് അവർ മൾട്ടി മില്യൺ കമ്പനികളായി മാറിയത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തിരമാലേന്റെ കൂടെ നീന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ തിരമാല ഉണ്ടാക്കാന്ന് പറയുന്ന വ്യക്തികളാണ് നമുക്ക് വേണ്ടത്. തിരമാല ഉണ്ടാക്കുമ്പോൾ അവന്റെ പിന്നാലെ നടക്കുന്നവർ കുറെ ഉണ്ടാവും. അപ്പൊ ആ വ്യക്തിയായി നമ്മൾ മാറണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. എന്നിട്ട് വാട്ട് മോട്ടിവേറ്റഡ്, എന്താണ് നിങ്ങളുടെ മോട്ടിവേഷൻ, ഇതും നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ കമ്പനി പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നേക്കാളും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നിങ്ങളുടെ പേഴ്സണൽ വ്യൂ പോയിന്റ് ആണ് നിങ്ങൾ സെൽ ചെയ്യേണ്ടത്. അത് റിയാലിറ്റി ആയിരിക്കണം. റിയാലിറ്റി വരുന്ന സമയത്താണ്. ഇനി അത് റിയാലിറ്റി അല്ല, നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആണ്, വിഷയമില്ല. അപ്പൊ നിങ്ങളുടെ സീനിയറിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയണം, യു സ്റ്റഡി ദ സീനിയർ, യു സ്റ്റഡി ഹിം. അവരെങ്ങനെയാ തുടങ്ങി, അവരെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ എനിക്ക് കടക്കാൻ സാധിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്തൊക്കെ സംശയങ്ങളായിരുന്നു. അപ്പൊ സംശയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ത്യൻ സാഹചര്യങ്ങൾ സംശയങ്ങൾ എന്താ വെച്ചാൽ, ഇത് മണി ചെയിൻ ആണോ, ഇത് ആൾപിടുത്താണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണോ? ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് പറയാതെ ഒരു സാധനം ഈ ഭൂമിയിൽ പോയിട്ടില്ല. അപ്പൊ അതൊന്നും മനസ്സിലാക്കാം. ഈവൻ റിലീജിയൻ ആണെങ്കിൽ പോലും അതിലൊരു മെയിൻ റിലീജിയസ് ഹെഡ് ഉണ്ടാവും, പിന്നെ അതിന്റെ ഡൗണിൽ ഉണ്ടാവും. അങ്ങനെ ആ ലോ ലെവൽ വരെ അതൊരു നെറ്റ്വർക്ക് രൂപം തന്നെയാണ്. ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് അങ്ങനെയുള്ള ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഈ സിസ്റ്റം ഇല്ലാത്ത ഒരു സംഭവം ഈ ഭൂമിയിലില്ല. പിന്നെ വേറൊരാൾ പറയാതെ ഒരു കാരണവശാലും നടക്കൂല. എക്സാമ്പിൾ, നല്ലൊരു സിനിമ വന്നു, ഞാൻ നല്ല സിനിമയെ കുറിച്ച് ഞാൻ 10 ആൾക്കാരോട്, അവർ പരസ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും, പക്ഷെ ആൾക്കാർ എപ്പോഴാണ് പോയി കാണുക? ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ, ഓ സംഭവമാണടാ, അതെന്തായാലും പോയി കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞാൽ, ആ എന്തായാലും മനോജ് സാർ പറഞ്ഞതാണ്, അപ്പൊ വെറുതെ ആള് പറയാറില്ല, നമുക്ക് പോയി കാണാം. ഇപ്പൊ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും കണ്ടു. ഞാൻ ഹോട്ടലിന്റെ നല്ല ഫുഡിനെ കുറിച്ച് പറയണു. ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ KSRTCന്റെ പുതിയ ബസ് ഇറങ്ങിയിട്ടുണ്ട്, സ്ലീപ്പർ ബസ്. ഞാൻ അത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്, കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരെ 471 മാത്രമേ ഉണ്ട്. കിടന്നുറങ്ങിയിട്ട് മൂടി പൊതിച്ചിട്ട് വരാം. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കുക, 1800 രൂപയ്ക്കൊക്കെ പല പ്രൈവറ്റ് കമ്പനികൾ അതേ സെയിം ഡിസ്റ്റൻസ് യാത്ര ചെയ്യുമ്പോൾ, ഇറ്റ് ഹസ് ചേഞ്ച് അല്ലേ? പക്ഷെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെയാണ് ചിന്തിക്കേണ്ടത്.
ഡയറക്റ്റ് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നമുക്ക് കിട്ടുകയാണ്. ഇപ്പം അതിൻ്റെ വീണ്ടും ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാണ്. നമ്മുടെ അയലോകത്ത് ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. ഈ വാടകയ്ക്കുള്ള വീട് അന്വേഷിച്ച് വരുന്ന സമയത്ത് ഒരു പുതിയൊരു വാടകക്കാർ ഈ വീട് വാടകയ്ക്ക് കൊടുക്കോ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടപ്പ് എന്ന് വെച്ചിട്ട് പറയും, ആ ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം, പക്ഷേ അതിൻ്റെ ഇടയിൽ ബ്രോക്കർ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? അതിൽ ബ്രോക്കർ ഉണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ഇത്ര ശതമാനം നമുക്കും കിട്ടണം. തെറ്റാണോ അത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത് തെറ്റ് ആണോ? ഒരു തെറ്റില്ല. ഇന്ന് എല്ലാവരും അതാണ് ചെയ്യുന്നത്. ഈവൻ മാരേജ് ബ്രോക്കറി, അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇത്രയ്ക്ക് മാത്രമുള്ളൂ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ കമ്പനീന്റെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ കമ്പനി ഇന്ന സ്ഥലത്താണ്, ഇതാണ്, അത് പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്പനിയാണ്. അപ്പൊ അതിന് പ്ലസ് പോയിന്റുകളുണ്ട്, നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി, ആ കമ്പനി ഇട്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഫാക്ടറീസ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് വളരെ ക്ലിയർ ആയത്. എന്നിട്ട് ഞാൻ നേരിട്ട ചാലഞ്ചുകൾ എന്താണ്? 100% പുതിയൊരാളെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾ അവരോട് ഉറപ്പായിട്ട് പറയണം. 100 ആൾക്കാരുടെ അടുത്ത് പോയപ്പോഴാണ് സാറ് ആദ്യത്തെ ഒരു ജോയിനിങ് കിട്ടിയത് തന്നെ. അത് റിയാലിറ്റി. ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് പ്രൊഡക്റ്റ് കൊണ്ടുപോയി പോയപ്പോൾ അവർ ചോദിച്ചു, ഇത് എത്ര ഡോസ്, ഇത് എങ്ങനെയാണ്, ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഒന്ന് മാത്രം, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രീനെ നിയമപ്രകാരം നമുക്ക് ഫലങ്ങള്, പൂക്കള്, അങ്ങനെയുള്ള കാര്യത്തിന് സത്ത് വിൽക്കാൻ മാത്രമാണ്. നമ്മുടെ കയ്യിൽ ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പൊ അത് വ്യക്തമായിട്ട് കൊടുക്കാം. മരുന്നുകൾ കൊടുക്കുന്ന വ്യക്തികൾ ആരാണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്നത് എന്താണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നു? കാരണം ശരീരത്തിൽ കുറവുണ്ടെങ്കിൽ അവർക്ക് അവിടെ റിസൾട്ട് കിട്ടുന്നു മാത്രം. അതർവൈസ് ദർ ഇസ് നോ റിസൾട്ട്. കാരണം യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഒരു രോഗമായിട്ട് ഫുൾ ഡാമേജ്ഡ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ 80-90% ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്നത്തെ പൊല്യൂഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. എന്നിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്നിട്ട് അപ്പോഴാണ് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് എനിക്ക് ജോയിനിങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ ഒരു ജോയിനിങ് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ചേച്ചീൻ്റെ ഒരു കഥ ഞാൻ പറയാണ്. ഒരു കമ്പനിയിൽ ഒരു ചേച്ചി ജോയിൻ ചെയ്തു. ആ പാവം സ്ത്രീ, അവരെ കൂട്ടായ്മ, അവർ വരുന്ന ഒരു റിസ്ട്രിക്റ്റഡ് കൂട്ടായ്മയായിരുന്നു. അവരെ വിശ്വാസങ്ങൾ ഒക്കെ അങ്ങനെയായിരുന്നു. അവർക്ക് അങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ടും പോകാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. പോരാത്തതിന് ഫിനാൻഷ്യലി തീരെ ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു. പക്ഷെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആ ചേച്ചിക്ക് നല്ല ഗുണം കിട്ടി. അങ്ങനെ കുറെ പ്രഷറൈസ് ചെയ്ത് ആളുടെ പവർ ലൈൻ ഇങ്ങനെ കയറി പോവായിരുന്നു. പിന്നീട് ആ ചേച്ചി നിവൃത്തിയില്ലാണ്ട് അവരെ കൂട്ടത്തിലുള്ള ഒരു മത അധികാരിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം, പാവം സ്ത്രീയാണ്, അതിന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് മേടിച്ചു. ഉപയോഗിച്ചപ്പോൾ അത്ഭുത റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷേ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ടീമുകൾ ഈ പ്രൊഡക്റ്റുകൾ മേടിച്ച് പിന്നെ അവിടുന്ന് ഇടിവെട്ട് റിസൾട്ടുകൾ വന്നിട്ട് ആ ലൈന് താനെ കയറിപ്പോയ, സത്യം പറഞ്ഞാൽ ആ ചേച്ചിക്ക് ഒരു എഫേർട്ട് അവിടെ വേണ്ടി വന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ബി എ ബിലീവർ. ഇത് കേറും, ഇന്നല്ലെങ്കിൽ നാളെ കേറും, അത് ഉറപ്പാണെന്ന്. ആവശ്യക്കാർ അനേകാണ്, നമുക്ക് അറിയില്ല. പലരും ക്ലോസിങ് ചെയ്യാൻ പോണ സമയത്ത് പലരും സ്വന്തം വീട്ടിൽ പറഞ്ഞിട്ടില്ല, സ്വന്തം ചേച്ചിയോട് ചേട്ടനോട് പറഞ്ഞിട്ടില്ല, സ്വന്തം മക്കളോട് പറഞ്ഞിട്ടില്ല, സ്വന്തം പേരൻസിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ഏതൊരു മീറ്റിങ്ങിൽ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ അവർ വന്ന് ആ മീറ്റിങ്ങിൽ ഇരിക്കുക, എന്താ നീ ഇവിടെ? അപ്പൊ അല്ല, ഞാൻ ഓൾറെഡി ഇന്ന വ്യക്തിന്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോഴാണ് നമുക്ക് അതിന്റെ കുറവ് മനസ്സിലാവുക. അതിന്റെ അർത്ഥം എന്താണ്? ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ്. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് വിശ്വാസം ഉണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തി, നിങ്ങൾ ഒരു വ്യക്തിനെ കാണിച്ചിട്ടാ പണം ആവശ്യമില്ലാത്തത്. അവൻ കാട്ടിൽ അങ്ങനെ ജീവിക്കുന്നുണ്ടോ? നോർമൽ ലൈഫിൽ ജീവിക്കണമെങ്കിൽ ഒരു വസ്തു മേടിക്കണമെങ്കിൽ എന്താണെങ്കിലും പൈസ വേണം. ഒരു ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒരു മിനിമം ചാർജ് എത്ര, 10-15 രൂപ നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. കൊടുക്കാണ്ട് കയറ്റോ ആരെങ്കിലും? അപ്പൊ ചിന്തിക്കണം, വി ഓൾ നീഡ് മണി. അപ്പൊ എവറിബഡി ഈസ് എ പ്രോസ്പെക്ട്. നിങ്ങൾ ഇനി പണക്കാരുടെ അടുത്ത് പോകുന്നില്ല, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആൾക്കാരുടെ അടുത്ത് പോകുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവരെന്തിനാണ് ഇത്രയും വലിയ ക്വാളിഫിക്കേഷൻ എടുക്കുന്നത്? അവരെന്തിനാണ് ഇത്ര വലിയ സ്ഥാപനങ്ങൾ തുടങ്ങിയത്? 100% ദേ വാണ്ട് മോർ മണി ദാൻ യു.
കാര്യം മനസ്സിലാക്കണം. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അപ്പൊ അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൗ ഹൗ ഈസ് ഇറ്റ് വാസ് സോൾവ്ഡ്. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണിക്കുക. പക്ഷേ ഇതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നിരിക്കുന്ന ചേഞ്ചുകൾ പ്രത്യേകിച്ചൊന്ന് പറയണം. കാരണം എന്നെ ആരും അറിഞ്ഞിരുന്നില്ല സാറേ. ഒരു മുക്കിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു മീറ്റിങ്ങിന് ഇതേപോലെ പോയപ്പോൾ ഒരു ചേച്ചിക്ക് ഒരു അച്ചീവ്മെന്റ് വന്നപ്പോൾ ആദ്യത്തെ അച്ചീവ്മെന്റ് ആണ്. പൊന്നാടയൊക്കെ ഇടിക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞതാ, സാറേ ജീവിതത്തിൽ ആരും എനിക്ക് ഒന്നും തന്നിട്ടില്ല. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഈ അംഗീകാരം കിട്ടുന്നത്. വളരെ സന്തോഷമുണ്ട് സാർ. ഞാൻ ഇനി ഇവിടുന്ന് മുന്നോട്ട് തന്നെയാണ്. അപ്പൊ ചിന്തിക്കുക. ഈ വ്യക്തികൾക്ക് ബാക്കി ആരായിട്ട് ബന്ധം ഉണ്ടാകുന്നില്ല. ഈ കൂട്ടായ്മയിൽ വരുന്ന സമയത്ത് മീറ്റിങ്ങുകൾ വരുമ്പോൾ പത്രക്കാരായിട്ട്, പോലീസുകാരായിട്ട് അങ്ങനെയുള്ള എല്ലാവരായിട്ടും ഒരു സോഷ്യൽ റിലേഷനായി വരുന്നത്. അറിഞ്ഞോ അറിയാതോ നമ്മൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി മാറുന്നതാണ്. ഏത് നാട്ടിൽ ഏത് സ്റ്റേറ്റിൽ പോയാൽ പോലും നമ്മളെ ചോദിക്കാൻ അന്വേഷിക്കാൻ ആൾക്കാരുണ്ട്. ഇതാണ് അതിന്റെ പവർ. അത് ഫീൽ ചെയ്യണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് നോർമൽ ട്രഡീഷണൽ കമ്പനിയിൽ ഇത് കിട്ടൂലടാ. ഇത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന്റെ പവറാ. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവറാ. അവിടെയാണ് നമ്മൾ എവിടെ ഏത് മൂലയ്ക്കൽ പോയാലും സാറേ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറയണേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ ബ്യൂട്ടി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ കാര്യം വെച്ചാൽ കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇത് പെട്ടെന്ന് പാക്ക് ചെയ്യാണ്. ഇന്നത്തേക്ക് ഇത്രയ്ക്ക് മതി. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പൊ യൂട്യൂബിലേക്ക് MKR CSMLക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എന്താ കാര്യം വെച്ചാൽ നോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിവുകൾ ആണ് നമ്മളെ വിജയിക്കാൻ സാധിക്കുക. ഇത് യഥാർത്ഥത്തിൽ വിദേശ രാജ്യത്തെ ഒരു കോഴ്സാണ്. ഞാനത് 3 വർഷത്തെ ഒരു കോഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കോഴ്സിനെ ഞാൻ വെറും ഒരു പറ്റുമെങ്കിൽ ഒരു 20, 25 എപ്പിസോഡിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സീരിയസ്ലി രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ 100% ഇത് സബ്സ്ക്രൈബ് ചെയ്യും. ഇത് നന്നായിട്ട് പഠിക്കും. വീണ്ടും വീണ്ടും കേൾക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും പല വിഷയങ്ങളും അപ്പോഴാണ് ക്ലിക്ക് ആവുക. എക്സാമ്പിൾ ഞാൻ വെൽനെസ്സിൻ്റെ മീറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു മീറ്റിങ്ങും സെയിം അല്ല. ഇന്ന് പറഞ്ഞത് വേറെ ആയിരിക്കും. നാളെ പറയുന്നത് ഏകദേശം ടോപ്പിക് സെയിം ആണെങ്കിലും വ്യത്യസ്തമായ രൂപത്തിലെ രീതിയിലായിരിക്കും. ഒരുപക്ഷെ അന്ന് അനുഭവിക്കുന്ന സോഷ്യൽ ബുദ്ധിമുട്ട് കാരണം കൊണ്ടായിരിക്കും. ഒരുപക്ഷെ അന്ന് അവിടെ വന്നിരിക്കുന്ന വ്യക്തികളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഫോക്കസിങ് പ്രത്യേകിച്ച് ആ രോഗത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അന്നത്തെ എന്തെങ്കിലും വിഷയത്തിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് റെഗുലറായിട്ട് ഇത് കാണുക, നന്നായിട്ട് കാണുക, എന്നിട്ട് നന്നായിട്ട് രക്ഷപ്പെടാം. ഞാൻ ഒന്ന് പറയുള്ളൂ. കാരണം ഒരു സഹോദരനായിട്ട് എന്നെ കണ്ടാൽ മതി. ഇവിടെ റിസർച്ചറോ സയൻറ്റിസ്റ്റോ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും എന്നോട് പറയരുത്. എല്ലാവർക്കും കുടുംബമുണ്ട്. എല്ലാവരും സ്നേഹിക്കുന്നു. ഞാൻ ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എത്ര വലിയ തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും, വീണ്ടും പറയണേ, എത്ര വലിയ തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവനെ സ്നേഹിക്കുന്ന ചില കുടുംബക്കാരുണ്ട്. അവനെ സ്നേഹിക്കുന്ന ഒരുപക്ഷെ ഒരു ഭാര്യ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ അവൻ്റെ സമുദായത്തിലെ ആൾക്കാരുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ വാസ്തവത്തിൽ ക്രൂരനാണോ? അവൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ല. പക്ഷെ എനിക്ക് അറിയാം, പൈസ ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് എല്ലാവർക്കും പൈസ വേണം. പൈസ മാത്രം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ കൂടെ ആരോഗ്യം. ഈ 2 കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഉണ്ടായാൽ മതി. പിന്നെ ബാക്കിയൊക്കെ താനെ നമുക്ക് വരും. അപ്പോൾ ഇത്രയ്ക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഞാൻ ചുരുക്കമാണ്. ഇനി നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു വെരി മച്ച്.